യുധികൃത്യ സമത്സകാൻ ചാരയന്തോ ഫലീലാഭർവിജർഭുസ്തത്ര തത്രകാം ഫലപ്രവാണസ്തപക കുസുമനപ്പിഞ്ചതാതുഭി കാജകുഞ്ചാവണി സ്വർണ്ണഭൂഷിണാഭ്യഭൂഷയനെ മുഷ്ടാന്തോ അന്യോന്യശിക്കാതെ ജ്ഞാതാനാരാച്ച ശിക്ഷിപ്പോ തത്രത്യാശ പുനർദൂരാൽ ഹസന്തശ്ച പുനർഗതവും യതി ദൂരം ഗതകൃഷ്ണോ വനശോഭേഷണായുധം അഹം പൂർവം ഇത് സംസൃഷ്ടരേണിരേ കേജിൽ വേണൂൻ വാദയന്തോദ്ഭ്രാന്ത ശൃംഗാണികേജന കേജൽ ശൃംഗേ പ്രഗായന്ത കൂജന്ത കോകിലേവരേം വിച്ഛായാമി പ്രധാവന്തോ ഗച്ഛന്ത സാധുഹംസകേ ഉപവിശന്തശ്ച നൃത്യന്തശ്ച കലാഭിഭീം വികർഷന്തകീശപാലാൻ ആരോഹന്തശ്ച തൈദ്രുമാന വികൃബന്ധശ്ച തൈസാഗം പ്ലവന്തശ്ച കലാശിഷു സാഗം ഭഗേർവിലംഘന്നസ്തരസംകൃതാഃ വികസന്ത പ്രതിച്ഛായാശബന്ധശ്ച പ്രതിസ്വനാനേ യുദ്ധം സദാം ബ്രഹ്മസുഖാനുഭൂത്യാദാസ്യാം ഗതാനാം പരദേവതേ രാമായാശ്രിതാ നരധാരേണ സാഗം വിചകൃതപുണ്യപുഞ്ചാഃ യൽപാദപാം സുർ ബഹുജന്മഗച്ഛതോ ധൃതാത്മഭിർയോഗ്യഭിർ അപ്യലഭ്യാം സേവദ വിഷയസ്വയം സിത കിം വർണ്ണയേ ദുഷ്ടമതോ വ്രജൗകസാം അദാഹനാമഭ്യപതൻ മഹാസുരസ്തേഷാം സുഖക്രീഡന വീക്ഷണാക്ഷമാം നിത്യം വിദന്തർനിജീവതയത്സുഭി പീതാമൃതേരപ്യമരേ പ്രതീക്ഷ്യതേ ദൃഷ്ട്വാത്മകാൻ കൃഷ്ണമുഖാൻ ഘാസുരക്കംസാനുശിഷ്ടസവിഗീപകാനുജാൻ അയം തുമേ സോദരനാശകൃത്യോർദ്വയോർമമേനം സഫലം ഹനിഷ്യേ ഏതൈകതാമൽ സുഹൃതോ അസ്ഥിലാഭാസ്കൃതാസ്തദാ നഷ്ടസമാവ്രജൗകസാം പ്രാണേകദേവശ്മസുഖാനുചിന്താ പ്രജാസവ പ്രാണഹൃദേഹിയേതേ ഇതി വ്യവസ്യാജകരം ബൃഹദ്ബഹു സയോജനായാം മമഹാദ്രവീവരം ധൃത്വാത്ഭുതം യാത്തഗുഹാനന്ദദാപദിവ്യശേതഗ്രസനാശിയാഖലാം ഫലാധരോഷ്ടോ ജലദോക്തരോഷ്ടോ ദൈര്യാനനാന്തോ ഗരിശൃംഗദം ശ്രാം ത്വാന്താന്തരാസേവിദാത്മജിഹ്വാ വിദദാദ്ധജിഹ്വാ പരുഷാനിലശ്വാസതവേക്ഷണോഷ്ണാം ദൃഷ്ട്വാതം താദൃശം സർവേ മത്വാ വൃന്ദാവനശ്രിയം യാത്താ ജഗദുണ്ടേന കുൽപ്രേക്ഷന്തേ സ്മലീലയാം അഹോ മിത്രാണി ഗതസത്വഗൂഢം പുരസ്ഥിതം അസ്മൽ സംഗ്രസനവ്യാതവ്യാഹതുണ്ടായതേ നവാം സത്യവർക്കകരാരക്തമുക്തരാഖനുവൽ ഖനം അധരാഖനുവൽ രോധസ്ഥൽ പ്രതിച്ഛായേയാരുണം പ്രതിസ്പർദ്ധേതമുസൃക്കിഭ്യാം സവ്യാസവ്യേന ഗോദരേം തുംഗശൃംഗാലയോപ്യേതാസ്തൻഷ്ട്രാഭിശ്രവശ്യനാം അസ്തുതായാം അമാർഗോയാം രസനം പ്രതിഗർജതി യേഷാം അന്തർഗതം ധ്വാന്തമേതദപ്യന്തരാനനം ദാമോഷ്ണകരവാദോയം ശ്വാസവൽ ഭാതിപശ്യതാം തദ്ദഗ്ധസപ്തദുർഗന്ധോപി അന്തരാമിഷഗന്ധവദം അസ്മാൽകിപത്ര നിമിഷ്ടാനയം തഥാ ചേൽബഗവൽ വിനക്ഷ്യതി ക്ഷണാദനേനേതി ബഗാജുഷന്മുഖം വീക്ഷ്യോൽഹസന്തകരതാടനേർയയും യുദ്ധം വിനോദത്യമതജ്ഞഭാഷിതം ശ്രുത്വാഭിയോത്യം ശ്രാംശായതേ രക്ഷോഭിദിത്വാഖിലഭൂതഹിർസിതാക്സ്വാനാം നിരുദ്ധം ഭഗവാൻ മനോദധേം താമൽ പ്രവിഷ്ടാസ്തസുരോദരാന്തരം പരം നശീർണശിശവസ്തവ സമത്സാഹം പ്രതീക്ഷമാണേന വികാരിവേശനം അധസ്വകാന്താസ്മരണേന രാക്ഷസാം താൻ വീക്ഷ്യ കൃഷ്ണസകലാഭ ഭയപ്രദോ ഖനന്യവദാധാൻ സകരാദവച്യുതാൻ ദീനാം സമത്യോർജനരാഗ്നിഘാസാൻ ഘൃണാർദിതോ ദുഷ്ടകൃതേന വിസ്മിതാം കൃത്യംഗമത്രാസകലായ ജീവനം നമാമീഷം ച സദാം ഹിംസനം ദ്വയം കഥം സ്യാദിതി സംവിചിന്യ തജ്ഞാത്വവിശണ്ഡതുണ്ടവശേഷദൃഖരീ തദാഖരച്ഛതദേവ ഭയാൽ ഹാകേതി ശുക്രുശു ജഘൃഷുർശകം സാധ്യ കൗണ്ഡവാസ്തഖബാന്ധവാഹം തൻ ശ്രുത്വാ ഭഗവാൻ കൃഷ്ണസ്തവ്യേ അക്സാഭവത്സകം ചൂർണീചി ഈശ്വരാത്മാനം ദർശാവൃതേകലയം തദോധികായ സനിരുദ്ധമാർഗിണോ ഹൃദ്ഗീർണദൃഷ്ടേർഭ്രമദാസ്ഥിതസ്തദാൻ പൂർണ്ണേന്ദരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പാട്ടി വിനിർഗതോ ബഹീം തേനേവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാംസുകൃതപരേതാൻ ദൃഷ്ട്യാ സ്വയോദ്ധാപ്യ തദന്വിത പുനർഭക്താൻ മുകുന്ദോ ഭഗവാൻ വിനിർയയൂൻ പീനാഖിഭോഗോദ്ധിതമത്ഭുതം മഹാജ്യോതിസ്വധാംനാജനേർദിശോ ദിശാം പ്രതീക്ഷകേ വസ്തുതമീശനദ്ഗമം വിവേശനസ്മിൻ വിശദാം ദിവോകസാം തദോധിഹൃഷ്ടസ്തുകൃതോ ഗതാർഹണം പുഷ്പൈസുരാപ്സരസശ്ച സർത്തനൈഃ ഗീതേഷുഗാവാദ്യദാശവാദ്യകൈः സ്തവേശ വിപ്രാജേ നിസ്തനേർഗണാഃ തദദ്ഭുതസ്തോത്രമുദാ
തദത്ഭുതസ്തോത്ര സ്വാദ്യഗീതകാ ജയാദിനൈകോത്സവമംഗളസ്വരാൻ ശ്രുത്വാ സുതാം ലോക്തിജാഗതോജിരാൽ ദൃഷ്ട്വാ മഹീശസ്യ ജഗാമ വിസ്മയം രാജൻ രാജകരൻ ജന്മശുഷ്കം വൃന്ദാവനൈർഭുതം മൃഗൗസാംബുഗിതം ബഭൂമാ ക്രീഡകരം ഏതൽ കൗമാരജം കർമ്മ ഹരേരാത്മാഹിമോക്ഷണം മൃത്യോഃ പൗഗണ്ഡകേ ബാലാ ദുഷ്ടോ ചുർവിസ്മിതാവൃതേ നൈതൽ വിചിത്രം മനുജാഭമായിന പരാപരാണന്തരമസ്യ വേദസാം അഘോവിയൽ സ്പർശനധൗതപാദക പ്രാപാത്മസാമ്യം തുസുതാം സുദുർലഭം സകല്യതംഗപ്രതിമാന്തരാഹിതാ മനോമയീം ഭാഗവതീം ദതോഗതിം സേവം നിത്യാത്മസുഖാനുഭൂത്യഭിർബുധസ്തമായോന്തർഗതോ ഹി കിംപുരാം സൂതവാചാം ഇത്തം ധ്യായാവതദേവദത്ത ശ്രുത്വാസുരാദുശ്ചരിതം വിചിത്രം പപ്രശഭൂയോപി തദൈവ പുണ്യം വയ്യാസകിം യൽ നിഗൃഹീതചേതാഃ രാജോവാചാം ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേൽ കൗമാരേ ഹരിഹൃതം ജഗപ്പൗഗണ്ഡകർഭകാഃ തൽബ്രൂഹി മേ മഹായോഗിൻ പരം കൗതൂഹലം ഗുരോ നൂനമേ തൽ ഹരേരേവമായ ഭവതി നാന്യതാൻ വയം ധന്യതമാലോകേ ഗുരോപി ക്ഷത്രബന്ധവായൽ പിബാമോ മുഹുസ്തത്വ പുണ്യം കൃഷ്ണകഥാമൃതം സൂതവാചാം ഇദ്ധസ്പൃഷ്ടസദപാദരായണി തസ്മാരിതാനന്ദകൃതാഖിലേന്ദ്രിയാം കൃഷ്ണാൽ പുനർലബ്ധബഹൃദശിക്ഷണി പ്രത്യാഗതം ഭാഗവതോത്തമോത്തമാം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരസംഹിതായാം ദശമേ പൂർവാർദ്ധേ ദ്വാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയോദശോധ്യായ. ശ്രീശുക ഉവാച. ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ സമോഹനമായിട്ടുള്ള വനഭോജനത്തെയും സ്വയം ഗോക്കളായും ഗോപന്മാരുമായി മാറി ബ്രഹ്മാവിനെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള വത്സസ്തേയം എന്ന ലീലയെയും സമർപ്പിക്കുന്നു. ശ്രീശുക ഉവാച. സാധുഭൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമ യന്നൂതനയസീശസ്യ ശൃണ്വന്നപി കഥാം മുഹോ സദാമയം സാരഭൃതാം നിസർഗോ യദർത്ഥവാണി ശ്രുതിചേതസാമപി പ്രതിക്ഷണം നവ്യവദച്യുതസ്യ യത് ശ്രിയാവിണാനാമിവ സാധുവാർത്ത ശൃണുഷ്വാവഹിതോ രാജന്നവിഗുഹ്യം വദാമി തേ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത തഥാഖവദനാൻ മൃത്യോ രക്ഷിത്വാ വത്സപാലകാൻ സരിൽ പുളിനമാനീയ ഭഗവാനിതമബ്രവീത്. അഹോദിരമ്യം പുളിനം വയസ്യാം സ്വകേളി സമ്പൻ മൃദുലാക്ഷവാലുകം സ്ഫുരൻ സരോഗം ദഹളാവിപത്രികധ്വനി പ്രതിധ്വാനനസദ്രുമാകുലം അത്ര ഭോക്തവ്യമസ്മാഭിർദിവാരൂഢം സുതാർദിതാഃ വത്സാ സമീപേ പവിത്വാ ചരന്തു ശനകൈസ്തൃണം തഥൈതി പായയിത്വാർഹാ വത്സാനാരുധ്യ സദ്വലേ മുക്ത്വാ ശിക്യാനി ബുഭുജു സമം ഭഗവതാ മുദാ കൃഷ്ണസ്യ വിശ്വപുരുരാജിമണ്ഡലേ അഭ്യാനനാഭുല്ലദൃശോ വൃതാത്മകാ സഹോപവിഷ്ടാ വിപിനേ വിജേതുശ്ചതാ യഥോംഭോരുഗകർണികായാം കേജിൽ പുഷ്പൈർദളൈ കേജിൽ പല്ലവൈരങ്കുലൈ ഫലൈ ശിക്വിസ്ത്വക്ഭിർഷൃഷ്ഭിശ്ച ബുഭുജുകൃതഭാജനാഃ സർവേ വിധോ ദർശയന്ത സ്വസ്വഭോജ്യരുചിം പൃഥക് ഹസന്തോ ഹാസയന്തശ്ചാവ്യഭ്യജഘോ സഹേശ്വരാം ബിഭ്രൽവേഗം ജഡനപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ ബാണോ മസൃണകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരിസുഹൃതോ ഹാസയൻ ധർമ്മവിശ്വയേ സ്വർഗേ ലോകേ വിശുതി ബുഭുജേ യജ്ഞഭൂമാലകേളി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ബിഭ്രൽവേണം ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ ബാണോ മസൃണകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരിസുഹൃതോ ഹാസയൻ നർമ്മവിസ്വയ്യേ സ്വർഗേ ലോകേ വിശതി ബുഭുജേ യജ്ഞഭൂക്മാലകേളി. ഭാരദൈവം വത്സവേഷു ഭുഞ്ജാനേഷ്വത്യുതാത്മസു വത്സാസ്വാന്തർവനേ ദൂരം വിവിസുസ്തൃണലോഹിതാഃ
താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്താനൂജേ കൃഷ്ണോസ്യ വയം മിത്രാണ്യസാന്മാ വിരമദേഹന്യേഷ്യമത്സകാനകം ഇത്യുക്വാദ്രിതരീ കുഞ്ചഗുരേഷ്വാത്മവത്സകാൻ വിചിന്വൻ ഭഗവാൻ കൃഷ്ണ സപാണികബളോയയോ അംഭോ ജന്മജനിസ്തസന്തരഗതോ മായാഭഗസ്യേശിരുർ ദ്രഷ്ടും മഞ്ജുമഹിത്വമന്യതവിതൽവത്സാലിതോ വത്സവാൻ നീത്വാന്യത്ര ഗുരുദ്വകാന്തരദതാൻ കേവസ്ഥിതോ യഃപുരം ദൃഷ്ട്വാകാസുരമോക്ഷണം പ്രഭവത പ്രാപ്ത പരം വിസ്മയം തതോ വത്സാനദൃഷ്ടൈക്യ പുണിനേപി ച വത്സവാൻ ഉഭാവപി വനേ കൃഷ്ണോ വിചികായ സമന്തതാം ക്വാപ്യദൃഷ്ടാന്തർവിപിനെ വത്സാൻ പാരാംശ്ച വിശ്വവിൽ സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമക തത കൃഷ്ണോ മുദം കർത്തും തന്മാതॄണാം ചകസ്യജാം ഉഭാരിതമാത്മാനം ചക്രേ വിശ്വഗുണീശ്വര യാവൽ വത്സവത്സകാൽപകവപു യാവൽ കരാഘ്രാദികം യാവത്യക്തിവിഷാണവേണുദലശക്യാവത് വിഭൂഷാംബരം യാവच्छീലഗുണാഭിതാകൃതിവയോ യാവത് വിഹാരാദികം സർവം വിഷ്ണുമയം ഗിരോങ്കവദജാം സർവസ്വരൂപോ ബഭൂ സ്വയമാത്മാത്മകോ വത്സാൻ പ്രതിവാര്യാത്മവത്സവൈ ക്രീഡന്നാത്മവികാരശ്ച സർവാത്മാ പ്രാവിശൽ വ്രജം തത്തദ്വത്സാൻ പ്രഥന്നീത്വം തത്തദ്ഗോഷ്ഠേ നിവേശസം തത്തദാത്മാ ഭവൽ രാജം തത്തൽ സത്മപ്രവിഷ്ടവാൻ തന്മാതരോ വേണുരവത്വരോദ്ധിത ഉത്ഥാപ്യതോർഭി പരിരഭ്യ നിർഭരം സ്നേഹസ്തുതസ്തന്യഭയസുധാസവം മത്വാപരം ബ്രഹ്മസുധാനവായയൻ തതോ ധ്രുവോന്മർദ്ദനമജ്ജലേപനാലങ്കാരക്ഷാതിരകാസനാദിഭി സംലാളിതസ്വാചരിതൈ പ്രഹർഷയൻ സായം ഗതോ യാമയമേന മാധവ ഗാവസ്തോ ഗോഷ്ഠമുപേത്യ സത്വരം ഹുങ്കാരഘോഷൈ പരിഭൂതസങ്കതാൻ സുഖാൻ സുഖാൻ വത്സരദാനവായയൻ ഭൂലിഹന്ത്യസ്രവദൗതസംഭയ ഗോ ഗോപീനാം മാതൃതാസ്മിൻ സർവാ സ്നേഹത്രികം വിനാ പുരോവദാസ്വപി ഹരേ സ്തോഗതാ മായയാ വിനാ പ്രജോഗസാം സ്വതോകേഷു സ്നേഹവല്യബ്ദമന്വകം ശനയതിസീമവൃതേ യഥാ കൃഷ്ണേ ത്വപൂർവവത് യുദ്ധമാത്മാത്മനാത്മാനം വത്സപാലവിഷേണ സ പാലയൻ വത്സവോ വർഷം ചിക്രീഡേ വനഗോഷ്ഠയോ ഏകദാ ചാലയൻ വത്സാൻ സ രാമോ വനമാവിശൽ പഞ്ചഷാസു ത്രിയാമാസു ഹയനാവുരീശ്വജാം തതോ വിദൂരാചരതോ ഗാവോ വത്സാരുപവ്രജം ഗോവർദ്ധനാദിശിരസി ചരന്ത്യോ ദദുസുസ്ത്രിണം ദൃഷ്ട്വാതൽ സ്നേഹവശോ സ്മൃതാത്മാ സദ്ഗോവ്രജോത്യാത്മപദുർഗമർഗം ദ്വിമാൽക്കുഗ്രീവൗദാസ്യ പുച്ഛോ ഗാത്വം ഹൃദൈരാശ്രുപയാകവേന സമേത്യ ഗാവോധോ വത്സൻ വത്സവത്യോപ്യപായയൻ ജിലന്ത്യൈവ ചാംഗാനി നിഗന്ധ്യസൗധസംഭയാ ഗോവാസ്തത്രോധനായാസമൗഖ്യരജ്ജോരുപന്യുന ദുർഗ്വാസ്തകൃക്ഷതോപേത്യ ഗോവത്സൈതസുസുതാൻ തദീക്ഷണോൽപ്രേമരസാപ്രദാശയാം ജാതാനുരാഗാഗതമന്യവോദ്ഭഗൻ ഉദുഹ്യ ദോർഭിപരിരഭ്യ മൂർധനിഘ്രാണേരവാപു പരമാം മുദം തേ തദപ്രഭയസോ ഗോവാസ്തോഗാശേഷസു നിർവൃത കൃത്സാക്ഷണൈരപഗതാസ്തദനുസ്മൃത്യശ്രവാ പ്രജസ്യ രാമപ്രേമർത്ഥേർവീക്ഷ്യോത്കണ്ഠ്യമനുക്ഷണം മുക്തസ്തന്വേഷവത്വേഷാപ്യഗേതുവിതചിന്തയൽ കിമേതദ്ഭുതമിവ വാസുദേവേ കിലാത്മനി പ്രജസ്യ സാത്മനസ്തോകേഷപൂർവം പ്രേമ വർത്തതേ കേയം വാ കുത ആയാത ദൈവീ വാനാരുദാസുരീ പ്രായോ മായാസ്ത്വമേ വർത്തുർനാന്യോ മേ വിമോഹിനി ഇതി സഞ്ചിന്യദാസാർഗോ വത്സാൻ സവേസാനവി സർവാനാജഷ്ടവൈകുണ്ഠം ചക്ഷുഷാ വൈമേനസാ നൈതേ സുരേശാക്ഷയോ ന ചൈതേ ത്വമേവ ഭാസീ സഭിതാശ്രയേവി സർവം പൃഥക്ത്വം നിഗമാൽക്കഥം വദേത്യുക്തേന വൃത്തം പ്രഭുനാബലോ വൈ താവദേത്യാത്മഭൂരാത്മമാനേന തൃപ്യനേകസം പുരോപദബ്ദം ക്രീഡന്തം ദദൃശേ സകലം കരിം യാവന്തോ ഗോകുലേ ബാലാഃ സവത്സാഃ സർവയേവ ഹി മായാശയേ ശയാനാമേ നാദ്യാ വിപുലിരുദ്ധിതാ ഇത ഏതേത്ര കുത്രത്യ മന്മായാമോഹിതേതരേ
താവന്ത ഏവ തത്ര അബ്ദം ക്രീഡന്തോ വിഷ്ണുനാ സമം ഏവമേതേഷു ഭേദേഷു ചിരം ധാത്വാ സാത്മഭൂ സത്യാഗേകതരേ നേതി ജ്ഞാതും നിഷ്ഠേ കഥഞ്ചന ഏവം സമ്മോഹയൻ വിഷ്ണു വിമോഹം വിശ്വമോഹനം സ്വയൈവ മായയാജോവി സ്വയമേവ വിമോഹിത തമ്യാം തമോവന്നൈഹാരം ഖദ്യോദാത്തിരിവാഹനി മഹതീതരമായിഷ്യം നിഹന്യാത്മനിയും ചതാം താവൽ സർവേ വത്സമാലാഹ പശ്യതോജസ്യ ദർക്ഷണാൽ വിദൃശ്യന്ത ഘനശ്യാമ പീതകൗശേയവാസസ ചതുർഭുജാ ശംഖചക്രഗദാരാജീവമാണയം കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിന ശ്രീവത്സാംഗത ശ്രീവത്സാംഗതോരത്നകമ്പുകങ്കണപാണയം നൂപുരൈ കടകൈർഭാഗ കടിസൂത്രാങ്കുലീയകൈ ആംഗ്യമസ്തകമാപൂർണ തുളസീ നവതാമഭി കോമളേ സർവഗാത്രീഷു പുണ്യവതർപ്പിതൈ ചന്ദ്രികാവിശദസ്മേരൈ സാരുണാഭംഗവീക്ഷിതൈ സ്വഗർത്ഥാനാമിവ രജസ്വത്വാഭ്യാം സൃഷ്ടബാലകാഃ ആത്മാദിസ്തംഭപര്യന്തൈ മൂർത്തിമദ്ഭിശ്ചരാചരൈ നിത്യഗീതാദ്യനേകാർക്കൈ പൃഥക് പൃഥകുപാസിതാഃ അണിമാദ്യൈർമഹിമഭി അജാദ്യാഭിർവിഭൂതിഭി ചതുർവിംശതിഭിസ്തത്വൈ പരീതാമഹതാദിഭി കാലസ്വഭാവ സംസ്കാര കാമകർമ്മഗുണാദിഭി സ്വമഹിമധ്വസ്തമഹിഭിർ മൂർത്തിമദ്ഭിരുപാസിനാഃ സത്യജ്ഞാനാനന്ദാനന്ദമത്രൈകരസമൂർത്തയ അസ്പൃഷ്ടഭൂരിമാഹാത്മ്യാം അവിഹ്യുപനിഷൽ ദൃശാം ഏവം സകൃതദശാച പരബ്രഹ്മാത്മനോഹിനാൻ യസ്യ ഭാസാ സർവമിദം വിഭാതി സചരാചരം തഥോ നിരുവോൽകൃത്യ സ്ഥിതിമയീ ജഗദാശേന്ദ്രിയം തത്മാനാഭുജതസ്തൂഷ്ണീം ഊർദേവ്യന്തീവപുത്രിക ഇതീരേശേ തർക്കേ നിജമഹിമനി സ്വപ്രവിധികേ പരത്രാജാതോദന്നിരസനമുഖ ബ്രഹ്മകവിതൗ അനീശേവി ദ്രഷ്ടും കിമിതമിതി വാ മുഹ്യതി സതി ചച്ഛാദാജോ ജ്ഞാത്വാ സപതി പരമോജാജവനികാം തതോർവാക്പതിരത്നാക്ഷ പരേതവദുദ്ധിത കൃത്സാരുന്മീയ വൈ ദൃഷ്ടിരാജഷ്ടേദം സകാത്മന സപദ്യേവാഭിത പശ്യൻ ദിശോ പശ്യൽ പുരസ്ഥിതം വൃന്ദാവനം ജനാദിവ്യരുമാകീർണം സമാപ്രിയം യത്ര നൈസർഗദുർവൈരാസഹാസൻ മൃഗാദയ മിത്രാണി വാജിതാവാസദ്ദുതൽവൃക്ഷകളാധികം തത്രോദ്ദുകൾ പശുഭവം ശശിശുത്വനാട്യം ബ്രഹ്മാദ്വയം വരമനന്തമഗാധബോധം വത്സാൻ സഖീനിവ പുരാ പരിതോ വിചിന്വദേകം സപാടികപടം പരമേഷ്ടദഷ്ട ദൃഷ്ട്വാ ത്വരേണ നിജധോരണതോപദീര്യ പൃഥ്വ്യാം വപു കനകദണ്ഡവിവാവിവാത്യ സ്പൃഷ്ട്വാ ചതുർമുകുടകോടിവിരഗ്നിയുഗ്മം നത്വാ ഉദാശ്രുസുജനൈരകൃതാഭിഷേകം ഉത്ഥായോത്ഥായ കൃഷ്ണസ്യ ചിരസ്യ പാദയോപതൻ ആസ്തേ മഹിത്വം പ്രാദൃഷ്ടം സ്മൃത്വാ സ്മൃത്വാ പുനഃ പുനഃ ശനൈരഥോത്ഥായ വിമൃജ്യലോചനീ മുകുന്ദമുദ്ദീക്ഷ വിനമ്രകന്ധനം കൃതാഞ്ജലി പ്രശ്രയവാൻ സമാഹിത സവേപതോ ഗൽഗദയൈളതേളയാ കൃഷ്ണാർപ്പണമസ്തു ഹരി ഓം ദർശനിധി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമേ പൂർവാർത്ഥേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയ ബ്രഹ്മാവ് ഗൽഗതകണ്ഠനായിട്ട് രഥത്തിൽ നിന്നിറങ്ങി ഭഗവാനെ നമസ്കരിച്ച് അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നതായിട്ടുള്ള ബ്രഹ്മസ്തുതിയാണ് ഇനി അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിച്ച് സമർപ്പിക്കുന്നത്. അഷ്ടവിരോഹിണിയുടെ അന്ന് അർദ്ധരാത്രി മധുരയിലെ കാരാഗൃഹത്തിലെ ദേവകി വസുദേവന്മാരുടെ ഉണ്ണിയായിട്ട് ഭുജാതനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ തന്നെ നിർദ്ദേശപ്രകാരം വസുദേവര് അവിടുന്ന് ആ ശിശുവായിട്ട് മാറിയ കുട്ടിയെ എടുത്തുകൊണ്ട് യമുനാ നദി കടന്ന് ഗോകുലത്തിലെത്തി നന്ദഗോപരുടെ കൊട്ടാരത്തിൽ ചെന്ന് യശോദാമ്മയുടെ സമീപത്ത് കിടത്തി അവിടെ പൂജാതയായിട്ടുള്ള മായാദേവിയായിട്ടുള്ള ചോറ്റാനിക്കമ്മയെ അവിടെ നിന്നെടുത്ത് തിരികെ കൊണ്ടുവന്ന്
മധുരയിലെ കാരാഗൃഹത്തിൽ തൻ്റെ പത്നിയായിട്ടുള്ള ആ ദേവകിയുടെ സമീപത്ത് കൊണ്ടുവന്ന് കിടത്തി സർവം പൂർവവതാവൃത എന്ന് നമ്മളെ ബോധിപ്പിച്ചു. 3-ാമത്തെ അധ്യായത്തിൽ ഒരു ചെറിയ ശിശുവായിട്ടൊന്നുമല്ല വസുദേവര് ഭഗവാനെ കണ്ടതേ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭകം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്ത സഹസ്രകുണ്ടളം ഉദ്ദാമകഞ്ചങ്കത കങ്കണാദിവിർ വിരോചമാനം വസുദേവ അക്ഷത. വസുദേവർ കണ്ടു അത്ഭുതം ബാലകം, അത്ഭുത ബാലകനായിട്ട് 4 തൃക്കൈകളിൽ ആയുധങ്ങളോട് കൂടിയിട്ട് രത്നകിരീടവും അനേകം മാലകളും ചാർത്തി പീതാംബരം ചാർത്തിയിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള വിരാട് സ്വരൂപത്തെയാണ് വസുദേവർ കണ്ടത്. അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വസുദേവൻ ഒന്നങ്ങോട്ട് പരിഭ്രമിച്ചു. സവിസ്മയോൽപുല്ലവിലോചനോഹരി, മനോഹരമായ നൃത്തത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ ഈ രൂപം കണ്ട് അത്ഭുതപ്പെട്ട് കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്വസന്മുദ ദ്വിജഭ്യോയുധമാപ്ലുതോഗവാം. മനസ്സുകൊണ്ട് നിരവധി ബ്രാഹ്മണർക്ക് ഗോക്കളെ ദാനം ചെയ്തു എന്നാ. മനസ്സുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബന്ധിതനല്ലേ, കാരാഗൃഹത്തിലെ ചങ്ങലയാൽ ബന്ധിതനായിട്ടുള്ള വസുദേവര് സന്തോഷം കൊണ്ട് മനസ്സിൽ അനേകം ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്ത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സാക്ഷാൽ പുരുഷ പ്രകൃതയെ പര, പ്രകൃതിയിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് എന്നാൽ പ്രകൃതിയോട് ചേർന്നിരുന്നു കൊണ്ട് തന്നെ നിർഗുണനായിട്ട് ഗുണങ്ങളെ സ്വീകരിച്ച് സകലതിനെയും സൃഷ്ടിക്കുന്നതായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. എൻ്റെ ഗൃഹത്തിൽ അങ്ങ് വന്ന് അവതരിച്ചതിൽ ഞാൻ കൃതാർത്ഥനായി. ഗൃഹേവതീർണോ സിമമാഖിലേശ്വര, ഞാൻ കൃതാർത്ഥനായി. സാത്വികവും രാജസവും താമസവുമായിട്ടുള്ള ത്രിഗുണങ്ങളെ മുഴുവൻ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഭക്ഷി ശുക്ലം കലുവർണ്ണമാത്മന, സാത്വികമായിട്ടുള്ള ഭാവത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശുക്ലവർണ്ണത്തോടു കൂടിയിട്ട് വെളുത്ത വർണ്ണത്തോടു കൂടിയും സർഗായ രക്തം രജസോപബ്രംഹിതം, രാജസീയമായിട്ടുള്ള ഗുണങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്തവർണ്ണവും കൃഷ്ണം ചവർണം തമസാജനാത്യയെ, താമസ ഗുണത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണവർണ്ണത്തോടും കൂടിയിട്ട് മനോഹരമായിട്ട് രൂപം ധരിച്ചിട്ട് ഇതാ അങ്ങ് എൻ്റെ ഗൃഹത്തിൽ വന്ന് അവതരിച്ചതിൽ ഞാനിതാ സന്തോഷിച്ച് അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. ദേവകി ദേവിക്കാണെങ്കിലോ ഈ രൂപത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപ, അധ്യാത്മദീപമായിട്ടുള്ള അവനവൻ്റെ ഉള്ളിൽ തന്നെ തെളിയുന്ന ദീപമായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ദേവകി ദേവിയും പറഞ്ഞു, ജന്മദേ മയ്യസൗപാവോ മാ വിദ്യാൻ മധുസൂദന, ഹേ മധുസൂദന, എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ കംസൻ ഇത് കേട്ടുകഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് അങ്ങ് ഉപസംഹര വിശ്വാത്മൻ അതോ രൂപമലൗകികം, ഈ രൂപത്തെ അങ്ങ് ഉപസംഹരിക്കണം. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ രൂപത്തെ. സാധാരണയായിട്ടുള്ളവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല രൂപത്തെ. ചതുർഭുജമായിട്ടുള്ള ഭഗവാന്റെ വിഷ്ണുവിൻ്റെ വിരാട് സ്വരൂപത്തെ മനസ്സിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ അലൗകികമായിട്ടുള്ള ഈ രൂപത്തെ അങ്ങ് ഉപസംഹരിക്കണം എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്തപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവതിവനാണ്. തുമൈവ ഭൂരസർഗോഭൂ പൃഷ്ടി സ്വായംഭൂവേ സതി. സ്വായംഭൂവ മന്വന്തരത്തിൽ അച്ഛൻ സുതപസ്സും അമ്മ പ്രശ്നിയുമായിരുന്നപ്പോൾ അതിഗംഭീരമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ മായ കൊണ്ട് ഒരു പുത്രനെ ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പ്രശ്നിഗർഭൻ എന്നുള്ള നാമം സ്വീകരിച്ച് നിങ്ങളുടെ പുത്രനായിട്ട് ഇതേ രൂപത്തിലാണ് അമ്മേ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് 2ാമത്തെ ജന്മത്തിൽ അമ്മ അതിഥി ദേവിയും അച്ഛൻ കശ്യപനുമായപ്പോൾ അതിഥി കശ്യപന്മാരുടെ പുത്രഭാവത്തിൽ വാമനനായിട്ട് ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിച്ചു. അപ്പോഴും ഇതേ രൂപം
ബോധിപ്പിച്ചു തന്നു. ഇതാ മൂന്നാമത്തെ ജന്മത്തിലും നിങ്ങൾക്ക് എന്നെ പുത്രഭാവത്തിൽ ലഭിച്ചിരിക്കുന്നു. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപത്തെ വീണ്ടും ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതമ്മേ എന്ന് പറഞ്ഞ് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. യുവ അമ്മ പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തവും കൃതസ്നേഹവും. പുത്രനായിട്ടും ഈശ്വരനായിട്ടും കണ്ടുകൊണ്ട് എന്നെ നല്ലവണ്ണം സ്മരിച്ച് എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ യാസ്യേതേ മദ്ഗതിം പരാം, എൻ്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും, മോക്ഷമാർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയെയും അനുഗ്രഹിച്ച് സദ്യോ ബഭൂവ പ്രാകൃത ശിശു, ഒരു പ്രാകൃതമായിട്ട് അമ്മയ്ക്ക് ലാളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ശിശുവായിട്ട് അങ്ങോട്ട് മാറി ദേവകിയോട് ചേർന്ന് അങ്ങോട്ട് കിടന്നു. എന്തൊരു വൈഭവം! ഗുരുവായൂരപ്പൻ്റെ എന്തൊരു വൈഭവം! അതിശ്രേഷ്ഠമായിട്ടുള്ള തൻ്റെ രൂപങ്ങൾ കാണിച്ചു കൊടുത്ത് അമ്മയ്ക്ക് ലാളിക്കാൻ വേണ്ടിയിട്ട്, സ്നേഹിക്കാനും ലാളിക്കാനും വേണ്ടിയിട്ട് ഒരു ശിശുവായിട്ട് ദാ പശുഭവംശ ശിശുത്വ നാട്യം, ഒക്കെ ഭഗവാന്റെ നാട്യമല്ലേ, ഒരു ശിശുവായിട്ട് നടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് അങ്ങോട്ട് കിടന്നു. ഭഗവാന്റെ നിശ്ചയപ്രകാരം വേഗം വസുദേവര് ആ കുട്ടിയെ എടുത്തുകൊണ്ട് അവിടെ നിങ്ങളുടെ ഇറങ്ങിയെന്ന അതേ സമയത്ത് തന്നെ ഭഗവാന്റെ നിശ്ചയപ്രകാരം ഗോകുലത്തിൽ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ യശോദാമ്മയുടെ പുത്രീഭാവത്തിൽ സാക്ഷാൽ മായാഭഗവതി ചൊട്ടാനിക്കലമ്മ അവിടെ കുട്ടിയായിട്ട് ജനിച്ചു, പത്മനാഭ സഹോദരിയായിട്ട് അവിടെ ജനിച്ചു. വേഗം വസുദേവർ തൻ്റെ ഉണ്ണിയെടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു എന്നാ. കാല് ചങ്ങലയാൽ ബന്ധിതനാണ്. അതൊന്നും അവിടെ ഓർക്കണില്ല. ഭഗവാന്റെ അനുഭവം ഉണ്ടായപ്പോൾ താൻ ബന്ധനസ്ഥനാണെന്നൊന്നും ഒരു ഭാവം വസുദേവർക്കില്ല. വസുദേവർ വേഗം കുട്ടിയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ചങ്ങലകളൊക്കെ കൊണ്ട് പൂട്ടിയിരുന്ന വാതിലുകളൊക്കെ കൊണ്ട് തുറന്നു. കാവൽക്കാരൊക്കെ നല്ല ഉറക്കം, അതൊക്കെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അതിഭയങ്കരമായിട്ടുള്ള മഴ, അർദ്ധരാത്രി സമയത്ത് തൻ്റെ അനുജനായിട്ട് അവതരിച്ചതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന് ഇനി മഴ കൊള്ളാതിരിക്കാൻ കൊട എന്ന പോലെ സാക്ഷാൽ അനന്തമൂർത്തി ദാ 1000 പണങ്ങളെ കൊണ്ട് ഒരു കൊട പോലെ നിവർത്തിക്കൊണ്ടിങ്ങനെ വന്ന് ദാ കാളിയന്തിയുടെ അടുത്തെത്തി. യമുനാ നദിയുടെ അടുത്തങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുലം കുത്തി ഒഴുകുന്നതായിട്ടുള്ള യമുനാ നദി വേഗം ദാ ഭഗവാനെ ഗോകുലത്തിരുവാനുള്ള വഴി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. മാർഗം ദദൗ സിന്ധുരിവശ്രിയപദേ. എങ്ങനെയാണോ ശ്രീരാമചന്ദ്ര സ്വാമികൾക്ക് സീതാന്വേഷണ സമയത്ത് ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമുദ്രം വഴിമാറി കൊടുത്തത്, അതേപോലെ യമുനാ നദിയും ഭഗവാനെ ഗോകുലത്തിലേക്കുള്ള വഴി അങ്ങോട്ട് മാറിക്കൊടുത്ത് അതിൽ കൂടി കടന്ന് നന്ദഗോപരുടെ കൊട്ടാരത്തിലെത്തി. ആ കുട്ടിയെ അവിടെ യശോദയുടെ അടുത്ത് കിടത്തി. തൽ സുതാമുപാദായ, അവിടെ പൂജാതയായിട്ടുള്ള ആ ചൊട്ടാനിക്രമയെ യോഗമായി അവിടെ നിന്ന് എടുത്ത് പുനർഗൃഹാനഗാ തിരിച്ചു വന്ന് മധുരയിൽ വന്ന് ദാ ആ കാരാഗൃഹത്തിൽ വന്ന് ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. സർവം പൂർവപദാവൃത, മുഴുവൻ പഴയതുപോലെ ആയിന്ന ബന്ധിതനായി. കാരാഗൃഹത്തിൻ്റെ വാതിലുകളൊക്കെ കുട്ടി അടയ്ക്കപ്പെട്ടു. കാവൽക്കാർക്ക് ഉണർന്നു. ഒരു നിലവിളി കേട്ടു. കാവൽക്കാർ വേഗം വന്ന് കംസനോട് പറഞ്ഞു, അങ്ങയുടെ അന്തകനായിട്ടുള്ള കുട്ടി പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ സ തൽപ്പാൽ പൂർണ്ണബുദ്ധായ കാലോയമിതി വിക്കോലാകും, തൻ്റെ കാലം വരുന്നു, മരണം വരുന്നു എന്ന് പറഞ്ഞ് വിഹുലനായി പരിഭ്രമിച്ചുകൊണ്ട് വേഗം തന്നെ തൻ്റെ തൽപ്പത്തിൽ നിന്ന് അങ്ങോട്ട് വേഗം എഴുന്നേറ്റ് ഓടിയോട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ദേവകിയിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ദേവകി പറഞ്ഞു, ഏട്ടാ ഈ കുട്ടിയെ വധിക്കരുത്, എൻ്റെ 6 കുട്ടികളെ അങ്ങ് നിഷ്കരുണം വധിച്ചു കഴിഞ്ഞില്ലേ, ഇതൊരു പെൺകുട്ടിയല്ലേ, നോക്കൂ ഈ പെൺകുട്ടിയെ സ്ത്രീയമ്മ ഹന്തുമരുകസി, ഈ സ്ത്രീയായിട്ട് പെൺകുട്ടിയായിട്ട് ജനിച്ച ഈ കുട്ടിയെ അങ്ങ് വധിക്കരുത്, ഈ കുട്ടിയെ എനിക്ക് ലാളിക്കാൻ വേണ്ടിയിട്ട് തരണം എന്നൊക്കെ കേണി യാചിച്ചു നോക്കി. പക്ഷേ ഹസ്താദ ചിച്ചിതേ ഖലനായിട്ടുള്ള പാപിയായിട്ടുള്ള കംസന് ഇതൊന്നും കേട്ടില്ല. വേഗം തന്നെ ആ കുട്ടിയെ എടുത്ത് ഭഗവാന്റെ ലീല എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടല്ലോ, ഭഗവാന്റെ മായ കൊണ്ടിനി പെൺകുട്ടിയായിട്ടാണോ
എൻ്റെ അന്തകൻ വന്നിരിക്കണതെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തായാലും വകവരുത്തണമെന്ന് വിചാരിച്ച് വേഗം ആ കുട്ടിയുടെ കാല് പിടിച്ച് ആ കുട്ടിയുടെ തല കല്ലുമേലടിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോഴോ സാദൽ ഹസ്താൻ സമുത്പദ്യ സദ്യോ ദിവ്യംബരം ഗതാ. വേഗം ആ കംസന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തെന്നി മാറിപ്പോണ പോലെ ദേവി അവിടുന്ന് ആകാശത്തേക്ക് അങ്ങോട്ട് പോയി. തെന്നി മാറി ഇങ്ങോട്ട് പോയ പോലെ അദൃശ്യതാനുജ വിഷ്ണു സായുധാഷ്ടമഹാഭുജ. 8 കൈകളിൽ 8 ആയുധങ്ങളോട് കൂടിയിട്ട് ദിവ്യസകമ്പരാലേപരത്നാഭരണഭൂഷിത മനോഹരമായ വസ്ത്രങ്ങളും രത്നാഭരണങ്ങളും ധരിച്ചുകൊണ്ട് ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര. ധനു, ശൂലം, വില്ല്, അമ്പ്, ശൂലം ഇതൊക്കെ ധരിച്ചുകൊണ്ട് 8 ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ആ കംസന്റെ കയ്യിൽ നിന്ന് തെന്നി അങ്ങോട്ട് ആകാശത്തേക്ക് പോയി. അമ്മ അവിടെ നിന്ന് തൻ്റെ രൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഹേ മന്ദ, എന്തിനാണ് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്? നീ എന്തിനാണ് എന്നെ വധിക്കുന്നത്? നിന്റെ അന്തകൻ പിറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും കംസനിൽ മരണഭയം ഉണ്ടാക്കി. കംസന് പശ്ചാത്താപം പോലെ തോന്നി. ഇപ്പോൾ എൻ്റെ അന്തകനാണെന്ന് പറഞ്ഞൊരു അശരീരി കേട്ടിട്ടാണല്ലോ ഞാൻ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടത്. ഇപ്പോൾ അത് ആകാശത്തേക്ക് പോവുകയും ചെയ്തു. വേഗം തന്നെ കംസൻ പോയി ആ കാരാഗൃഹത്തിൽ നിന്ന് വസുദേവരെയും ദേവകിയെയും മോചിപ്പിച്ച് ക്ഷമാപണം ചെയ്തു. ഇങ്ങനെ ഒരു അശരീരി കേട്ടിട്ടാണ് അല്ലയോ ഭഗിനി, സഹോദരി, ഉപദ്രവിക്കേണ്ടി വന്നത്. 6 കുട്ടികളെ വധിച്ചു കഴിഞ്ഞു. അത് അവരുടെ ഈശ്വരൻ്റെ ഒരു ഭാവമാണെന്ന് ഓർത്തോളാം. എല്ലാം നിശ്ചയിക്കുന്നത് ഈശ്വരനല്ലേ, ശരീരത്തിന് മാത്രമല്ലേ മരണമുള്ളൂ എന്ന് പറഞ്ഞ് കംസൻ കുറച്ച് തത്വങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവിടുന്ന് കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. ഇങ്ങനെ ഒരു അശരീരി കേട്ടിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ വേണ്ടി പുറപ്പെട്ടത്. ഇപ്പം എനിക്ക് തോന്നുകയാണ് ദൈവമപ്യധൃതം വക്രി നമർത്യായവ കേവലം. ഭഗവാൻ പോലും അസത്യം പറയുന്നുണ്ടോ? മനുഷ്യന്മാർ മാത്രമല്ല, ഭഗവാൻ പോലും അസത്യം പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നല്. മനുഷ്യന്മാർ പറയുന്ന അന്ന് തന്നെ അറിയാം അസത്യം പറയുന്നേ. ഭഗവാൻ പോലും അസത്യം പറയുന്നുണ്ടോ? 8ാമത്തെ കുട്ടി വന്ന് അന്തകനാവുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ആകാശത്തേക്ക് പോവുക ചെയ്യുന്നത്. 7ാമത്തെ കുട്ടി ഇല്ലാണ്ടായത് ആരും അറിഞ്ഞിട്ടില്ലേ? ആ 7ാമത്തെ കുട്ടി, ആ ദേവകിയുടെ കുട്ടി, അവിടെ രോഹിണി തന്നനായിട്ട് ഗോകുലത്തിൽ വളർന്നതായിട്ടുള്ള ബലരാമസ്വാമികളുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഒരാട് പറഞ്ഞിട്ടില്ല. അതാണ് ഭഗവാന്റെ അത്യത്ഭുതമായ ലീല. അതാണ് തം അത്ഭുതം പാരകം. അത്ഭുത ലീലകളാണ് മുഴുവൻ അത്ഭുത ലീലകളാണ് ആടുന്നത്. അത്യത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ അത്ഭുത ലീലകൾ വർണ്ണിക്കാൻ കഴിയുമോ? വർണ്ണനാതീതമല്ലേ അതൊക്കെ. എങ്ങനെയാണ് ഈ അത്ഭുത ലീലകളെ പൂർണ്ണമായിട്ടും വർണ്ണിക്കാൻ കഴിയുക? വേഗം ചെന്ന് പറഞ്ഞു അവരെ അവിടുന്ന് കാരാഗൃഹത്തിൽ നിന്ന് വിമുക്തമാക്കി. അന്ന് രാത്രി മന്ത്രിസഭ കൂടി. കംസൻ ഉഗ്രസേനനെ തുറങ്കലിലടച്ചിട്ട് മധുരയുടെ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. മന്ത്രിസഭ കൂടി മന്ത്രിമാരോടൊക്കെ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. എൻ്റെ അന്തകനായിട്ട് വരുന്ന കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. അതിനെ ആരെങ്കിലും ഞാൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് ആകാശത്തേക്ക് തെറിച്ചുപോയി എന്നുള്ള നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം ആ മന്ത്രിമാർ വീണ്ടും കംസന്റെ മനസ്സ് ഒന്ന് നന്നായി വന്നതായിരുന്നു. വീണ്ടും ഉപദേശം കൊടുത്തുകൊണ്ട് കംസന്റെ മനസ്സിനെ വീണ്ടും ദുഷിതാക്കി മാറ്റി. അങ്ങയെ ഭയന്നല്ലേ സകലവരും. ഇന്ദ്രൻ അങ്ങയെ ഭയന്നല്ലേ ഇരിക്കുന്നത്. സാക്ഷാൽ പരമശിവൻ അങ്ങയെ ഭയന്നല്ലേ ഇരിക്കുന്നത്. സകലവരും അങ്ങയെ ഭയന്നിരിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ അന്തകൻ പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിറന്നതായിട്ടുള്ള എല്ലാ ശിശുക്കളെയും നമുക്ക് വധിക്കാം. മാത്രമല്ല വിഷ്ണുവിൻ്റെ അംശത്തെ മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മ സനാതന. വിഷ്ണുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സനാതന ധർമ്മങ്ങളാണ്. ആ സനാതന ധർമ്മങ്ങളാണ് വിഷ്ണുവിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ആ സനാതന ധർമ്മത്തെ നമുക്കവിടെ തച്ചുടയ്ക്കാം. മന്ത്രിമാർ ഉപദേശിച്ചു കൊടുക്കുക. വിഷ്ണുവിൻ്റെ ശരീരത്തെ നമുക്ക് അങ്ങനെ ഇല്ലാണ്ടാക്കാം. ഏതാ വിഷ്ണുവിൻ്റെ ശരീരം? വിപ്ര ഗാവശ്ച വേദാശ്ച തപസ്സത്യം ദമശമസദ്ദാദയ തിദിക്ഷാചക്രതപശ്ച ഹരേസ്തനു.
ശ്രീഹരിയുടെ ശരീരമായിട്ടുള്ള വിപ്രന്മാര്, ബ്രാഹ്മണര്, പശുക്കള്, വേദങ്ങള്, തപസ്, സത്യം, ശ്രദ്ധ, ബുദ്ധി, ഇതിനൊക്കെ നമുക്കങ്ങോട്ട് നശിപ്പിക്കാം. അടുത്തുള്ള കുട്ടികളെയും നമുക്കങ്ങോട്ട് നശിപ്പിക്കാം. ഒരസുഖം അത് തുടങ്ങുമ്പോൾ തന്നെ ചികിത്സിച്ച് കഴിയല്ലേ നല്ലത്. അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ചാൽ പിന്നെ ഫലമില്ലാണ്ട് വരും. അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങനെ ചെയ്തേക്കാം. വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റാണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് ആ ദുഷിച്ചതായിട്ടുള്ള ഉപദേശം കൊടുത്തു. നന്നായ മനസ്സാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നന്നായത് കൊല്ലാനുള്ള ഭാവം കൊണ്ടാണെങ്കിലും ചോട്ടാലിക്കമ്മയുടെ കാലൊന്ന് പിടിച്ചില്ലേ? കൊല്ലാനുള്ള ഭാവത്തിലാണെങ്കിലും ആ ദേവിയുടെ കാലൊന്ന് പിടിച്ചിട്ട് അടിച്ചു കൊല്ലാനാണെങ്കിലും കാല് ആ പാദകമലങ്ങളെ ഒന്ന് പിടിച്ചില്ലേ? അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ദേവി മനസ്സിനെ അല്പം ഒന്ന് നന്നാക്കിയതാവാം. നന്നായ മനസ്സിനെ വീണ്ടും ദുഷ്ടനാക്കി. ഏവം ദുർമന്ത്രവിക്കംസ സഹദമന്ത്ര ദുർമതി. ഈ ദുഷിച്ച ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് വേഗം കംസൻ തൻ്റെ അനുജനന്മാരെ മുഴുവൻ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ജനിച്ചതായിട്ടുള്ള സകല കുട്ടികളെയും ഹനിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അനുജനന്മാരെ മുഴുവൻ ഓരോ ദുഃഖങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 3-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ഇതാണ് മധുരയിൽ നടന്നത്. ഇതേ സമയത്ത് ഗോകുലത്തിൽ എന്താ നടന്നത്? ആ 4-ാമത്തെ അധ്യായം അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗോകുലത്തിൽ എന്താണ് ഈ സമയത്ത് നടന്നത് എന്നുള്ളത്, നന്ദഗോപർക്കൊരു ഉണ്ണിയുണ്ടായേ എന്ന് പറഞ്ഞ് ഗോകുലവാസികൾ മുഴുവൻ അത്യാഹ്ലാദത്തോട് കൂടിയിട്ട് ആ ഉണ്ണിയെ കാണാനും താലോലിക്കാനും വാത്സല്യപൂർവ്വം എടുക്കാനും കൊഞ്ചിക്കാനും വേണ്ടി, ഉണ്ണിക്കണ്ണനെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഗോകുലവാസികൾ മുഴുവൻ, ഗോപികൾ മുഴുവൻ, ഗോപന്മാർ മുഴുവൻ അത്യുത്സാഹത്തോട് കൂടിയിട്ട് നന്ദഗോപരുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നതായിട്ടുള്ള അതിശ്രേഷ്ഠമായ ഭാവമാണ് 5-ാമത്തെ അധ്യായം മുതൽ വർണ്ണിക്കുന്നത്. ആ ഭാഗങ്ങളെയൊക്കെ ആ ഏട്ടൻ്റെയും അനിയൻ്റെയും കുഞ്ഞു കുഞ്ഞു കുസൃതികളും സകലവരെയും ആനന്ദത്തിൽ ആറാടിച്ചു കൊണ്ടുള്ള ആനന്ദക്കട്ടയുടെ മനോഹരമായ ലീലകളൊക്കെ നമുക്കിപ്പോൾ നിർത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം 9-9:30 കൂടിയിട്ട് പാരായണം ആരംഭിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അധ്യായങ്ങളെ, വൃന്ദാവന ലീലകളെ പാരായണം ചെയ്ത് കാളിയമോക്ഷണം, വേണുഗാനം മുതലായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള പ്രകരണങ്ങളെ പാരായണം ചെയ്ത് സമർപ്പിച്ചതിന് ശേഷം സമയം പോലെ ആ ബാലലീലകളെ നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇന്ന് വൈകുന്നേരമാണ് ഭഗവാന്റെ വിവാഹം. ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ ഭഗവാൻ വിവാഹം ചെയ്യുന്ന സന്ദർഭമാണ്. ദ്വാരകാനാഥനായിട്ട് മാറിക്കഴിഞ്ഞ് ദ്വാരകാലീലകൾ ആടുമ്പോൾ ആ വിവാഹം കഴിക്കുന്ന സന്ദർഭമാണ്. അത് നമുക്ക് വളരെ അത്യുത്സാഹമായിട്ട് ഭഗവാന്റെ വിവാഹത്തെ നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ നല്ലോണം ഉറപ്പിക്കണം. മനസ്സിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഭഗവാന്റെ വിവാഹമൊക്കെ ഭംഗിയാവും. മനസ്സ് ഭംഗിയായിട്ട് ആ വിവാഹം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക. എന്തെല്ലാമാണോ വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ അതൊക്കെ നടത്തണം. മാത്രമല്ല 2 കാര്യങ്ങൾ ഇവിടെ 4 ദിവസമായിട്ട് നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ഈ കൃഷ്ണവിഗ്രഹങ്ങൾ മനോഹരമായ ഗുരുവായൂരപ്പൻ്റെ ആ നീല കണ്ണനായിട്ടും വെളുത്ത നിറത്തിലുള്ള കണ്ണനായിട്ടുള്ള വിഗ്രഹങ്ങൾ 7 ദിവസം പൂജിച്ചു കഴിഞ്ഞ് അവരവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനൊരു അവസരമുണ്ട് കേട്ടോ. അവരവരുടെ ഗൃഹത്തിലേക്ക് ഈ കണ്ണനെ 7-ാമത്തെ ദിവസം പൂജിച്ച കണ്ണനെ കൊണ്ടുപോയി ഗൃഹത്തിൽ പൂജാമുറിയിലോ വച്ച് നമ്മുടെ ആ ഭാഗവതം പൂർണ്ണമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു അവസരമുണ്ട്. 1-2 പേര് അതിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൗണ്ടറിൽ പേര് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കൗണ്ടറിൽ പേര് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഈ ഭാഗവതത്തിലെ കീർത്തനങ്ങൾ, സഹസ്രനാമം, 12-ാമത്തെ അധ്യായം, കൃഷ്ണാവതാരം, പ്രധാനപ്പെട്ട കീർത്തനങ്ങൾ, വന്ദന ശ്ലോകങ്ങൾ ഒക്കെ അടങ്ങിയതായിട്ടുള്ള നൈവേദ്യം എന്ന് പറഞ്ഞ ഒരു പുസ്തകവും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാണ്. ഇതൊക്കെ കൊണ്ടുവേണം ഭാഗവതം കഴിഞ്ഞ് പോകാൻ. ഇതൊക്കെ പൂജാമുറിയിൽ സൂക്ഷിക്കണം. അപ്പോഴാണ് ഭാഗവതം പൂർണ്ണമായിട്ടും എന്നും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വളർന്ന് വന്ന് ആ ഭാഗവതത്തെ പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആവശ്യമുള്ളവർക്ക് കൗണ്ടറിൽ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പേര് കൊടുക്കുക. വിഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ പേര് കൊടുക്കുക. അതുപോലെ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ
ഇവിടെ സമീപിക്കുക. ഇവിടെ സഹാചാര്യയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് എന്നും അറിയിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം കരി ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ഒരു വരിയായിട്ട് വന്ന് ഭഗവാനെ നിവേദിച്ചതായിട്ടുള്ള ത്രിമധുരം അത് പ്രസാദമായി വാങ്ങി ഭക്ഷണം കഴിച്ചില്ല.